ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന പേപ്പറിലെ 5th മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ മെൻഷൻ ചെയ്തതുപോലെ 5th മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് 4 ടോപ്പിക്സ് ആണ് വരുന്നത്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ്, ഇമ്പാക്ട് അസസ്മെന്റ് മെത്തഡോളജീസ്, റോൾ ഓഫ് ആൻ എൻവയോൺമെന്റൽ എഞ്ചിനീയർ, പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഈ 4 ടോപ്പിക്സിലെയും സെക്കൻഡ് ടോപ്പിക് കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ്, റോൾ ഓഫ് ആൻ എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആൻഡ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. സോ ഈ 3 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ്. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റി എന്തോരം സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇമ്പാക്ട്സ് കോസ് ചെയ്യുന്നു എന്ന ഡീറ്റെയിൽസ് ആണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. സോ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സിലൂടെ കടക്കുന്നതിന് മുന്നേ എന്താണ് ഇമ്പാക്ട് ഓഫ് എൻ ആക്ടിവിറ്റി എന്ന് പറയാം. ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ മെൻഷൻ ചെയ്തതുപോലെ ഒരു ബേസ് ലൈൻ കണ്ടീഷനിൽ നിന്നുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഒരു ലൊക്കാലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ലൊക്കാലിറ്റിയുടെ എക്സിസ്റ്റിംഗ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ചേഞ്ച് ആകുന്നതിനെയാണ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദിസ് ഇമ്പാക്ട്സ് ക്യാൻ ബി ഡയറക്റ്റ് ഇമ്പാക്ട്, ഇൻഡയറക്റ്റ് ഇമ്പാക്ട് ഓർ ക്യുമുലേറ്റീവ് ഇമ്പാക്ട്സ് ആൻഡ് ഓൾസോ ഇമ്പാക്ട് ഓഫ് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി അഡ്വേഴ്സ് ഓർ ബെനിഫിഷ്യൽ. ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഒരു ലൊക്കാലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്സും ഉണ്ടായേക്കാം, അതായത് പോസിറ്റീവ് ഇമ്പാക്ട്സും ഉണ്ടാക്കാം, അതുപോലെ അഡ്വേഴ്സ് ഓർ നെഗറ്റീവ് ഇമ്പാക്ട്സും കോസ് ചെയ്യാം. A socio-economic impact assessment is a structured way of showing a proposal's advantages and disadvantages for society as a whole and for various parties. സോ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി, ഒരു പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് സ്റ്റേറ്റ് ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എന്തോരം എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ആണ് കോസ് ചെയ്യുന്നത്, ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് അഡ്വേഴ്സ് ആണോ ബെനിഫിഷ്യൽ ആണോ എന്നൊക്കെ അസസ് ചെയ്യുന്ന ടേം ആണ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയുന്നത്. Then, as far as possible, the analysis includes the consequences for all participants in society and all kinds of impact. For example, social impacts, that is health. So, ഈ socio-economic impact assessment ൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ ഫീൽഡിൽ ഇമ്പാക്ട് കോസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് സൊസൈറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്, എൻവയോൺമെന്റൽ കണ്ടീഷൻസ് എന്തോരം ചേഞ്ച് വരുത്തുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ എക്കണോമിയെ എങ്ങനെ ആ പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ സോഷ്യൽ ഇമ്പാക്ട്സിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഹെൽത്തിനെ അത് എന്തോരം എഫക്ട് ചെയ്യും, അതുപോലെ ആ പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ വെജിറ്റേഷനെ ഈ പെർട്ടിക്കുലർ ആക്ടിവിറ്റി എങ്ങനെയൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റിൽ കൺസിഡർ ചെയ്യും. Then socio-economic impact assessment is conducted in advance to determine the socio-economic consequences of industrial projects. അപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടല്ല സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പ്രോജക്റ്റിന്റെ പ്രപ്പോസൽ കമ്മിറ്റിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇമ്പാക്ട് അസസ്മെന്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തുന്നുണ്ട്. Then the focus is on the project affected people. So socio economic impact assessmentന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്ട് ആക്ടിവിറ്റി കാരണം എന്തോരം ആൾക്കാർ അഫക്റ്റഡ് ആകുന്നു. സോ അഫക്റ്റഡ് ആകുന്ന ആൾക്കാരുടെ കൺസേൺ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ
ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട് ആൻഡ് ഓൾസോ വെജിറ്റേഷനെ ഏതൊക്കെ തരത്തിൽ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ആ പ്രോജക്റ്റ് അഫക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. Then Socioeconomic impact assessment forms a part of the environment impact assessment, which is mandatory for certain industrial projects in India. അപ്പോൾ ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ അതായത് EIA ഒരു പാർട്ടാണ്. ചില പ്രോജക്റ്റിന് ചില ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിന് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആണ്. അപ്പോൾ EIA അസസ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ പ്രോജക്ട്സിനും ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ എല്ലാ പ്രോജക്ട്സിനും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രോസസ് ആണ്. വേറസ് ചില ഇൻഡസ്ട്രിയൽ അതായത് ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ചില ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിന്റെ പ്രൊപ്പോസൽസ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി മാൻഡേറ്ററി ആണ്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സിൽ നിങ്ങൾ അറിയേണ്ടത്. The next topic, role of an environmental engineer. EIA environmental engineer role എന്താണ് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So environmental engineers optimize the use of natural resources, help to develop renewable energy resources and maximize the use of existing materials. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസിന്റെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ യൂസ് മിനിമൈസ് ചെയ്യുക, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന്റെ യൂസ് ഇൻക്രീസ് ചെയ്യുക ആൻഡ് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസിനെ റീയൂസ് ചെയ്യുക. ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ മെയിൻ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ എൻവയോൺമെന്റിനെ ഹാം ചെയ്യാത്ത രീതിയിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസിന്റെ യൂസ് മിനിമൈസ് ചെയ്തിട്ട് മാക്സിമം റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് യൂസ് ചെയ്ത് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ കുറയ്ക്കുക എന്നതാണ് ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. The next point, the design technologies and processes that control pollution and clean up contamination. So ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി എൻവയോൺമെന്റിന് ഉണ്ടാകുന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക ആൻഡ് ഓൾസോ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ ഒക്കെ ക്ലീൻ അപ്പ് ചെയ്യുക. അതിനായിട്ട് അവർക്ക് പല ഡിസൈൻ ടെക്നോളജീസ് ആൻഡ് ഡിസൈൻ പ്രോസസ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് മാക്സിമം നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻസിനെ ക്ലിയർ ചെയ്യുക ആൻഡ് ഓൾസോ കണ്ടാമിനേഷൻ ക്ലിയർ ചെയ്യുക. ഇറ്റ് ക്യാൻ ബി എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഒന്നുകിൽ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക യൂസിങ് മോഡേൺ ടെക്നോളജീസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, the next, environmental engineers develop solutions to environmental problems using the principles of biology and chemistry. So environmental engineer next main role എന്ന് പറയുന്നത് environmental ഉണ്ടാകുന്ന പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാനാണ്. And they can use the help of principles of biology and chemistry. So environmental ഉണ്ടാകുന്ന വേരിയസ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി എൻവയോൺമെന്റിന് ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യുക എന്നതാണ് ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് they can use the help of principles of biology and chemistry. Then they are involved in water and air pollution control, recycling, waste disposal and public health issues. So എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ നെക്സ്റ്റ് റോൾ എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി അവർക്കുണ്ട്. അതായത് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പൊല്യൂഷനും കൺട്രോൾ ചെയ്യാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയർക്കാണ്. ആൻഡ് ഓൾസോ ദേ വർക്ക്സ് ഓൺ റീസൈക്ലിംഗ് പ്രോഡക്ട്സ്. പല പ്രോഡക്ട്സും യൂസ് ആൻഡ് ത്രോ അത് മാറ്റിയിട്ട് പല പ്രോഡക്ട്സ് റീസൈക്ലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ റീസൈക്കിൾ ചെയ്യുക ആൻഡ് വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ മെക്കാനിസംസ് ഫോം ചെയ്യുക ആൻഡ് പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് പബ്ലിക്കിന്റെ ഹെൽത്ത് ഇഷ്യൂസ് കൺസേൺ ചെയ്യുക. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. They design municipal water supply and industrial wastewater treatment plants. So environmental
പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ആണ് യൂഷ്വലി നമ്മുടെ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ സിസ്റ്റംസും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റംസും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുക, നാച്ചുറൽ റിസോഴ്സസിന്റെ യൂസ് മിനിമൈസ് ചെയ്യുക, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് യൂസ് കുറയ്ക്കുക, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസിന്റെ യൂസ് ഇൻക്രീസ് ചെയ്യുക, എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസിനെ തന്നെ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, ആൻഡ് എൻവയോൺമെന്റിനെ മെയിൻ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊക്കെയാണ് എൻവയോൺമെന്റൽ എഞ്ചിനീയറുടെ റോൾസ് എന്ന് പറയുന്നത്. The next topic, public participation in EIA. EIA പ്രൊസീജിയറിന്റെ വേരിയസ് സ്റ്റേജസ് മെൻഷൻ ചെയ്തപ്പോൾ തന്നെ അതിലെ ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ഒരു EIA മുന്നിൽ ഒരു പ്രോജക്ട് പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. So public participation can be any process that directly engages the public in decision making and gives full consideration to public input in making that decision. So public participation എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിന്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മൾ പബ്ലിക്കിനെ ഡയറക്ട്ലി എൻഗേജ് ചെയ്യാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എന്തോരം എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, ആ പോയിന്റ്സ് പബ്ലിക്കിനെ അവയർ ആക്കുക. സോ ഒരു പ്രോജക്റ്റിന്റെ അക്സെപ്റ്റൻസ്, ഒരു പ്രോജക്ട് പ്രപ്പോസലിന്റെ അക്സെപ്റ്റൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് പബ്ലിക് അക്സെപ്റ്റൻസ്. Then the main aim of public participation is to encourage the public to have meaningful input into the decision making process. So public participation ന്റെ main aim എന്ന് പറയുന്നത് ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെ മീനിങ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാനാണ് പബ്ലിക് പാർട്ടിസിപ്പേഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഒരു ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആക്ടിവിറ്റി കാരണം ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്ന് ആദ്യം അറിയാൻ കഴിയുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മീനിങ് ആയിട്ടുള്ള ഇൻപുട്ട് തരാനായിട്ട് കഴിയുന്നത് അവിടെയുള്ള പബ്ലിക്കിനായിരിക്കും. സോ പബ്ലിക് പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രോജക്ട് അപ്രൂവലിന്റെ കേസിൽ പബ്ലിക്കിന്റെ ഡിസിഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. Public participation thus provides the opportunity for communication between agencies making decisions and the public. So ഈ public participation പബ്ലിക്കും ഏജൻസീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ആ ഒരു ആക്ടിവിറ്റീന്റെ അവയർനെസ് ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകാതെ സേവ് ചെയ്യാനായിട്ട് പറ്റും. Then public participation can be time consuming and sometimes expensive. ചില സമയങ്ങളിൽ ഈ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. കാരണം എപ്പോഴും മിക്സഡ് ഒപ്പീനിയൻസ് ഉണ്ടാവും. ഒരു ആക്ടിവിറ്റി ഒരു സ്ഥലത്ത് വരുന്നതിൽ അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതിനെ പ്രതികൂലിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ പറഞ്ഞ് നമ്മുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആൻഡ് ഓൾസോ സംടൈംസ് ഇറ്റ് മേ ബി എക്സ്പെൻസീവ്. ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആകാറും ഉണ്ട്. ഓക്കെ, സോ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് EIA പ്രോസസ്സിലെ മാൻഡേറ്ററി സ്റ്റേജ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ഇതിലെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക്കിനെ അവെയർ ആക്കുക. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ആക്ടിവിറ്റിയുടെ ഇമ്പാക്ട്സ് ഏതൊക്കെയാണെന്ന് പബ്ലിക്കിനെ അവെയർ ആക്കുക. അതാണ് നമ്മുടെ പബ്ലിക് പാർട്ടിസിപ്പേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കൂടെ കൺസിഡർ ചെയ്യുക. സോ ദാറ്റ് പബ്ലിക്കും ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്ന ഏജൻസിയും തമ്മിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാനായിട്ട് പറ്റും. So these are the points that you need to keep in mind in public participation in EIA. So ഇന്ന് നമ്മൾ 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. Socioeconomic impacts, role of an environmental engineer, public participation in EIA. ഈ 3 ടോപ്പിക്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.